നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും കിടിലനായിട്ടുള്ള 4 ഗെയിംസാണ്. നമ്മുടെ ആദ്യത്തെ ഗെയിം സ്റ്റാർഡ്യൂ വാലി ആണ്. ഇത് വളരെ ചില്ലും പീസ്ഫുള്ളുമായിട്ടുള്ള ഒരു വലിയ ഓപ്പൺ വേൾഡ് ഗെയിമാണ്. ഇതിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കോർപ്പറേറ്റ് ലൈഫിലായിരിക്കും. അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ ഒരു വില്ലേജിലോട്ട് വരികയാണ്. അവിടുത്തെ ഒരു ഫാം നോക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഫാമിങ് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് കണ്ടമാനം പരിപാടികളുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഫിഷ് ചെയ്യാൻ പറ്റും, മൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ മൈൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് എനിമീസ് വരും, അവർ അറ്റാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സ്റ്റോറിയാണ്. ഇത് നമ്മൾ റാൻഡം ആയിട്ടൊരു ഗെയിം കളിക്കുന്ന പോലെയല്ല. ഇതിൻ്റെ അകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് വളരെയധികം ഇമ്പോർട്ടൻസും ഉണ്ട്. പിന്നെ ഈ ഗെയിമിൽ 4 സീസൺ ഉണ്ട്, ഒരു വർഷമുണ്ട്. ഈ വർഷത്തിൽ ഓരോ ദിവസവും ചില പ്രത്യേകതകളുള്ള ദിവസങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് ഓരോ ഈവൻറ്റ്സ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ വളരെയധികം പീസ്ഫുൾ ആയിട്ടുള്ള ഗെയിമാണ് നമ്മുടെ ആദ്യത്തെ ഗെയിം. പക്ഷേ നമ്മുടെ രണ്ടാമത്തെ ഗെയിം അത്ര പീസ്ഫുൾ ഗെയിം അല്ല. രണ്ടാമത്തെ ഗെയിമിൻ്റെ പേരാണ് ബുള്ളി. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് റോക്ക് സ്റ്റാർ ആണ്. റോക്ക് സ്റ്റാർ എന്ന് പറയുമ്പോൾ നമ്മുടെ GTA, അതുപോലെ റെഡ് ഡെഡ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ ഗെയിമിൻ്റെ ഒരു റേഞ്ച്. ഇത് നമ്മുടെ ഒരു സ്കൂൾ ലൈഫ് GTA ടൈപ്പ് ഓഫ് ഗെയിംസ് ആണ്. നിങ്ങൾ ചിലപ്പോൾ സാൻ ആൻഡ്രിയസും വൈസ് സിറ്റിയും ഒക്കെ നമ്മുടെ മൊബൈലിൽ കളിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ കൺട്രോൾസ് ഒന്നും അത്ര ശരിയായിട്ടുണ്ടാവില്ല. കാരണം ഞാൻ കളിച്ചു നോക്കിയിട്ടുള്ളതാണ്. ഞാൻ ഈ സാൻ ആൻഡ്രിയസൊക്കെ കളിച്ചു നോക്കിയിട്ട് എനിക്ക് അത്ര വലിയ സുഖം തോന്നിയില്ല. പക്ഷേ ഈ ബുള്ളിയുടെ മൊബൈൽ വേർഷൻ വലിയ കുഴപ്പമില്ല, നമുക്ക് നന്നായിട്ട് തന്നെ കളിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതൊരു വലിയ ഗെയിമാണ്, അത്യാവശ്യം വലിയ മാപ്പാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റും, അതുപോലെ പുറത്ത് പോകാൻ പറ്റും, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ ആരും ക്ലാസ് കട്ട് ചെയ്യരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഔട്ട്ഫിറ്റ്സ് കിട്ടും, അതുപോലെ ഗാഡ്ജറ്റ്സ് കിട്ടും. അത് നമ്മുടെ സ്റ്റോറി പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു GTA ഗെയിം പോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഈവൻറ്റ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പുറത്ത് പോയിട്ട് എന്തെങ്കിലും പ്രശ്നം കാണിച്ചു കഴിഞ്ഞാൽ പോലീസ് പിടിക്കും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ മൊത്തം പറയാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1 മണിക്കൂർ പോലും തികയാണ്ട് വരും. അത്രയും വലിയ ഗെയിമും അതിന് മാത്രം ഫീച്ചേഴ്സാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മൂന്നാമത്തെ ഗെയിം വരുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും കളിച്ചിട്ടുണ്ടാവും ഈ മൈൻക്രാഫ്റ്റ്. പക്ഷേ പറയുമ്പോൾ പറയണല്ലോ, ഇതൊരു സാൻഡ് ബോക്സ് ടൈപ്പ് ഗെയിമാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ മാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിയ മാപ്പാണ്. നമുക്കിത് വളരെ ചില്ലായിട്ടും കളിക്കാൻ പറ്റും, അതുപോലെ കുറച്ച് ഇൻറ്റൻസ് ആയിട്ടും കളിക്കാൻ പറ്റും. ശരിക്കും ഇതിൻ്റെ മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നോരോന്ന് ബിൽഡ് ചെയ്ത് നമ്മൾ ഹെല്ലിൽ പോകാൻ പറ്റും. ഹെല്ലിൽ പോയി അതിനുശേഷം ഒരു എൻഡർ വേൾഡ് ഉണ്ട്, എൻഡർ വേൾഡിൽ പോയി അവിടെ നിന്ന് വേണം നമ്മളൊരു എൻഡർ ഡ്രാഗനെ കൊല്ലാൻ. അങ്ങനെയാണ് നമ്മുടെ ഈ ഗെയിം തീർക്കാം. പക്ഷേ അത് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, നമുക്കൊരു ടൈം ലിമിറ്റും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ളിടത്തോളം നമുക്ക് കളിക്കാം. ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്രിയേറ്റീവ് മോഡ് ഉണ്ട്. ക്രിയേറ്റീവ് മോഡിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിസോഴ്സസ് അൺലിമിറ്റഡ് ആയിരിക്കും, അതുപോലെ നമ്മൾ ചാവില്ല. നമുക്കപ്പോൾ എന്ത് വേണമെങ്കിലും പണിയാൻ പറ്റും. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഈ ക്രിയേറ്റീവ് മോഡ് വെച്ചിട്ട് ആളുകൾ ബിൽഡ് ചെയ്തതാണ്. ഇതിന് ഒരുപാട് ടൈമും എഫേർട്ടും എടുക്കും. പക്ഷേ ബിൽഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സമയം പോകണമെന്ന് അറിയില്ല, അതിന് മാത്രം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ നാലാമത്തെ ഗെയിം വരുന്നത്, അത് ആക്ച്വലി ഒരു ഗെയിമല്ല, ഒരു പ്ലാറ്റ്ഫോമാണ്, റോബ്ലോക്സ്. റോബ്ലോക്സിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരില്ല. കാരണം അതിൻ്റെ അകത്ത് അതിന് മാത്രം ഗെയിംസ് ഉണ്ട്. മൾട്ടിപ്ലെയർ കിങ് എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും ഈ റോബ്ലോക്സിനെ. ഇതിൻ്റെ അകത്ത് സ്ക്വിഡ് ഗെയിം ഉണ്ട്, അതുപോലെ ജയിൽ ബ്രേക്ക് ഉണ്ട്. പിന്നെ ഏതൊക്കെ ആനിമകളുണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോ ടൈപ്പ് സ്പിൻ ഓഫുകളുണ്ടാവും. സീരീസിന് സ്പിൻ ഓഫ് ഉണ്ട്, അറ്റാക്ക് ഓൺ ടൈറ്റൻസ് ഉണ്ട്, അങ്ങനെ കണ്ടമാനം ഗെയിംസ് ഉണ്ട്. റോബ്ലോക്സിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് നല്ലോണം പൈസ ഉണ്ടാക്കാൻ പറ്റും. നല്ലോണം എന്ന് പറയുമ്പോൾ കോടികൾ വരെ ഉണ്ടാക്കിയ ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ 4 ഗെയിമും പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നേരെ ഗൂഗിളിൽ പോയി ഡൗൺലോഡ് ചെയ്താൽ മതി. വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടി ഒന്നുമല്ല, സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാനിപ്പോൾ ഈ പറഞ്ഞ 4 ഗെയിമിൽ നിങ്ങൾ ഏതെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ നേരെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയുക. അതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ഗെയിം ഏതാണെന്നും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.